ഹലോ കൂട്ടുകാരെ, ഞാൻ പിന്നെ വന്നിട്ടുണ്ട്. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മീൻ കറിയാണ് കേട്ടോ. അതിന് വേണ്ടി ഞാൻ 1 കിലോ കേര കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇഞ്ചി എടുത്തിട്ടുണ്ട്. 1 കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്, വെളുത്തുള്ളി, കരിയാപ്പല. പിന്നെ ഞാനിതിൽ ചേർക്കുന്നത് കുടംപുളി കേട്ടോ. കുടംപുളി ഒരു 6 കഷ്ണം കുടംപുളി 2ആയിട്ട് മുറിച്ച് കഴുകി നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്. പിന്നെ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് ഏകദേശം ചൂടാകാറായി. ഞാനിതിലോട്ട് ഉലുവ ഇട്ടു കേട്ടോ. എണ്ണ ചൂടായപ്പോൾ ഇച്ചിരി ഉലുവ ചേർത്ത് കൊടുക്കണം. പച്ചമീൻ കറിക്ക് ഉലുവ മസ്റ്റാണ്. ഇച്ചിരി ഉലുവ ചേർത്ത് കൊടുത്ത് ഒരു ശകലം ഒരു 1/2 ടീസ്പൂണൊക്കെ നിങ്ങൾ ചേർത്താൽ മതി. പിന്നെ ഞാൻ കടുക് ചേർക്കുകയില്ല, മീൻ കറിക്ക് ഞാൻ കടുക് ചേർക്കുകയില്ല കേട്ടോ. ഞാൻ അതിലേക്ക് പച്ചമുളക് ഇട്ടു, ഇഞ്ചി ഇട്ടു, ഇഞ്ചി, വെളുത്തുള്ളി, കരിയാപ്പില എല്ലാം ഒന്നിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ആയിക്കോളും. നമുക്കിന്ന് വഴറ്റി ശരിയാക്കി എടുക്കാവേ. ഞാനേ ഒരു പച്ചമണം മാറുന്ന വരെ, ഒത്തിരി ഉണക്കണ്ട, പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി വെച്ചാൽ മതി കേട്ടോ. ഇത് ഏകദേശം ആകാറായിട്ടുണ്ട്. ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി പൊടികൾ നന്നായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് ഞാൻ 2 സ്പൂണും ഒരു ഇച്ചിരി ഉപ്പും കൂടെ കേട്ടോ ഇടുന്നത്. 2 സ്പൂണിനടുത്ത് ഉപ്പ്, ചെറിയ സ്പൂണാണ് കേട്ടോ. ഉപ്പിട്ട് പോരെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം നമുക്ക്. പിന്നെ അതിലേക്ക് തന്നെ ഞാൻ 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തേ. മല്ലിപ്പൊടി ഇച്ചിരി കൊഴുപ്പൊക്കെ കിട്ടാൻ മല്ലിപ്പൊടി നല്ലതാണ് കേട്ടോ. അതുകൊണ്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. ഒരിച്ചിരി മല്ലിപ്പൊടി ചേർക്കുന്നു ഞാൻ മീൻ കറിക്ക്, അതുകൊണ്ടാണ് കേട്ടോ. ഒരു 5 സ്പൂൺ മുളക് പൊടി, 1, 2, 3, 4, 5 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി ചേർത്ത് അതിൻ്റെ കൂടെ നമുക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, അത് മതി. ഇനി പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പാകത്തിന് വെള്ളം എന്ന് പറഞ്ഞാൽ ഞാനൊരു ചെറിയ കുഞ്ഞു മന്തയ്ക്ക് 1 മന്ത വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. ചെറിയ മന്ത കേട്ടോ, അതിനൊരു മന്ത വെള്ളം ഒഴിച്ചു. പാകത്തിന് ഇളക്കി കൊടുക്കുക. എനിക്ക് മീൻകറി വെക്കുമ്പോൾ എൻ്റെ മോളെ കേട്ടോ ഓർമ്മ വരുന്നത്. അവൾക്ക് ഭയങ്കര ഇഷ്ടമായി മീൻകറി. നമുക്കിതിൻ്റെ കൂടെ പുളിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നിന്ന് അരപ്പൊന്ന് തിളപ്പിക്കാൻ വെക്കാം കേട്ടോ. അരപ്പൊന്ന് തിളച്ച് വരട്ടെ. അരപ്പൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് മീൻ കഷ്ണം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എൻ്റെ മകള് ചോറൊക്കെ എടുത്ത് വെച്ച് അതിനകത്ത് 1 കഷ്ണം മീൻ ഇട്ട്, 1 കഷ്ണം മീൻ ഇച്ചിരി ചാറും ഇട്ട്, ഒരു ശകല അച്ചാറും ഇച്ചിരി തോരനും കൂട്ടി ചോറുണ്ണ കാണുമ്പോൾ തന്നെ നമുക്ക് ചോറുണ്ണാൻ തോന്നും കേട്ടോ. അപ്പോൾ അവളെ വല്ലാതെ മിസ് ചെയ്യുന്നു ഞാൻ. നമുക്ക് ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് കഷ്ണമൊക്കെ നന്നായിട്ട് പെറുക്കി ഏറ്റവും നല്ലത്. ഒന്നിച്ച് കുടഞ്ഞിടാതെ എല്ലാം ഒന്ന് പെറുക്കി എടുത്ത് മീൻകറിക്ക് അങ്ങനെ ചേർക്കുന്നതാണ് നല്ലത്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. പൊടിയാതെയൊക്കെ ഇളക്കി കൊടുക്കണേ. ഇത് നല്ല മീനാണ്, പൊടിയുന്നില്ലായിരുന്നു. കേരയാണെന്ന്. ഇനി നമുക്കിതൊന്ന് വേകാൻ പറ്റിയ ഒരു 10-20 മിനിറ്റ് വേവിച്ചാൽ മതി. ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക ഇടയ്ക്ക്. ഇത് ഒരുമാതിരി ആയി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ. അതിൻ്റെ മരുമോട് വെച്ച് കൂട്ടിയല്ല മീൻ കറിയൊന്നും, അതുകൊണ്ടാട്ടോ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. പിന്നെ ഇച്ചിരി കരിയാപ്പല ഇച്ചിരി കൂടെ ഇട്ട് കൊടുക്കാം. പച്ചക്കരിയാപ്പല ഇച്ചിരി നല്ലോണം ഇട്ട് കൊടുത്താൽ നല്ലതാട്ടോ. എനിക്കൊരു ഇച്ചിരി ചാറ് വേണം. ആയിട്ടാട്ടോ ഞാൻ ഇച്ചിരി ചാറിൽ വെച്ചേക്കണേ. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒരു 2 മിനിറ്റും കൂടി പറ്റിക്കുക കേട്ടോ. അപ്പോൾ നല്ല കറിയായിട്ട് കിട്ടുമേ. ഇച്ചിരി ചാറ് കൂടുതലുണ്ട്, അതുകൊണ്ട് നിങ്ങൾ
ഞാൻ ചാറ് കൂടുതൽ എടുത്തതാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ചാറ് വേണം. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം. എല്ലാവരും ഇത് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് വിടണം കേട്ടോ. ഇത് പിള്ളേർക്ക് മാത്രം, പിള്ളേർ വെക്കാനുള്ളതാണ്. അമ്മമാർക്കൊക്കെ അറിയാവുന്ന എനിക്കറിയാം കേട്ടോ. എന്നാൽ പിന്നെ കാണാം.